വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഒരു യുവതി കൂടി ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിനി 48 വയസ്സുള്ള സിംഗാരി ശ്രീനിവാസനാണ് ഇന്ന് 11:30-നും 12:30-നും ഇടയിൽ അയ്യപ്പനെ കണ്ടു തൊഴുതത്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ഇവർ രാവിലെ 9 മണിക്ക് പമ്പയിലെത്തി. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എങ്ങനെയായിരുന്നു ഇവരുടെ ദർശനം? യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലാതെ ഇവർക്ക് സുഗമമായ ദർശനമാണ് സാധ്യമായിരിക്കുന്നത്. വിവരങ്ങൾ. തമിഴ്നാട് വേലൂർ സ്വദേശിനി, വേലൂർ ജില്ലക്കാരിയാണ്, ചോലാപൂരിലെ സ്വദേശിനിയാണ് ഈ ശൃംഗാരി ശ്രീനിവാസൻ. ഇവരുടെ ഭർത്താവ്, മകൻ, ഇവരുടെ മറ്റ് ബന്ധുക്കളോടൊപ്പം 6 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ഇവർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ഇവിടേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ ഇവർ പമ്പയിലെത്തി റിപ്പോർട്ട് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട്. 11:30-നും 12:30-നും ഇടയിലുള്ള സമയത്താണ് ഇവർക്ക് സന്നിധാനത്തേക്ക് പോകാനുള്ള സമയം അനുവദിച്ചിരുന്നതും. ആ സമയത്ത് അവർ ദർശനം നടത്തുകയും ചെയ്തു. ഇവർക്ക് 48 വയസ്സാണ് പ്രായം. ഇതിന്റെ രേഖാമൂലം ഇവർ സമർപ്പിച്ച ഇവരുടെ ആധാർ കാർഡ് പ്രകാരമുള്ള വിവരമനുസരിച്ച് ഇവർക്ക് 48 വയസ്സ് മാത്രമാണ് ഇവരുടെ പ്രായം. ഇവർ ദർശനം നടത്തി ഇന്ന് വൈകുന്നേരം പമ്പയിൽ മടങ്ങി 4 മണിക്ക് പമ്പയിൽ മടങ്ങിയെത്തി അവർ മടങ്ങുകയും ചെയ്തു. അതിനിടെ ഇവരുടെ ബാഗുകളും മറ്റും ഇവർ മറന്നുവെച്ചു പോയി. പിന്നീട് പബ്ലിസിറ്റി ഓഫീസിൽ നിന്ന് ഇത് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മടങ്ങി വന്ന് ഇവരുടെ മകൻ ബാഗ് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്കിതിന് സ്ഥിരീകരണം കൂടി ഉണ്ടായത്. അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവർ പോയതിനും ഈ ടോക്കൺ വാങ്ങിപ്പോയി. അതിനുശേഷം ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തി ഈ പമ്പയിലുള്ള ആഞ്ജനേയ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിൽ വിശ്രമിക്കുന്നതിനിടെയാണ് ഇവരുടെ ബാഗ് ഇവർ മറന്നു വെച്ചു പോയത്. പിന്നീട് ഇവരുടെ മകൻ വന്നാണ് പബ്ലിസിറ്റിയിലൂടെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയതിനെ തുടർന്ന് മടങ്ങി വന്നിട്ടാണ് ഇവർ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. ജീന. രാജ്കുമാർ, തീർച്ചയായും യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും യഥാർത്ഥ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സുഗമമായ ദർശനമാണ് സാധ്യമായത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഒരു പ്രതിഷേധമോ ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ ഭക്തിപൂർവ്വം എത്തിയ അവർ ഇരുമുടിക്കെട്ടുവേന്തി 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കണ്ടു. മനസ്സ് തൃപ്തിയാവുന്നതുവരെ തൊഴുതാണ് അവർ മടങ്ങിയിരിക്കുന്നത്. തിരികെ അവർ പമ്പയിലെത്തി. വീണ്ടും ഗണപതി കോവിലും ആഞ്ജനേയ കോവിലും അവർ തൊഴുത ശേഷമാണ് അവരുടെ ഭർത്താവും മകനും മറ്റ് ബന്ധുക്കൾക്കൊപ്പം അവർ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക്, വേലൂർ ജില്ലക്കാരിയാണ്, ചോലാപൂർ സ്വദേശി കൂടിയാണ്, അവരുടെ നാട്ടിലേക്ക് അവർ മടങ്ങിക്കഴിഞ്ഞു. അവരിപ്പോൾ യാത്രയിലാണ്. അവരെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്ന ഒരു അപേക്ഷ കൂടി, ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കരുന്ന ഒരു അപേക്ഷ കൂടി അവർ മുന്നോട്ട് വെച്ചു. എന്തായാലും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അവർക്ക് യാതൊരു പ്രതിഷേധങ്ങളോ ഒരു വിലക്കോ ഇല്ലാതെ അവർക്ക് വന്ന് കണ്ട് മടങ്ങാൻ പറ്റി. ഇവർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടാണ് ഇവർ വന്നത്. രാജ്കുമാർ, ഇപ്പോൾ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിന് അവിടെ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇനി ഇതിന്റെ പേരിൽ യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാകില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തീരെയാൽ. മാത്രമല്ല, അവർ മടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനി പ്രതിഷേധക്കാർ ഉണ്ടെങ്കിൽ പോലും, അക്രമികൾ ഉണ്ടെങ്കിൽ പോലും അവരെ തടയുന്നതിന് ഒന്നും ഇനി സാധ്യവുമല്ല. അവർ പോയി കഴിഞ്ഞു. മാത്രമല്ല, അവർക്ക് വളരെ ഭക്തിപൂർവ്വം എത്തിയ ഒരു വിശ്വാസിയാണ് അവർക്ക് അത് നിഷേധിക്കാനും ഈ പ്രതിഷേധക്കാർക്ക് ആവുകയുമില്ല. എന്തായാലും വളരെ സമാധാനപൂർവ്വമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ശബരിമലയിലും പമ്പയിലും നിലനിൽക്കുന്നത്. നല്ല ഭക്തജന തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. ഈ പണിമുടക്ക് ഉണ്ടായിട്ട് പോലും നിരവധി പേരാണ് ഇപ്പോൾ പമ്പ തീരത്തുള്ളത്. അല്പസമയത്തിനകം അവരും മല ചവിട്ടും. നല്ല ഒരു തിരക്ക് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഈ 31-ന് ശേഷം ഇതിന്റെ മകരവിളക്കിന് വേണ്ടി നട തുറന്ന് ഏതാണ്ട് ഇന്നുകൂടി കണക്കെടുക്കുമ്പോൾ 21 കോടി രൂപയുടെ വരുമാനമാണ്, നടവരവാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം അരവണയുടെയും അപ്പത്തിന്റെയും അതിന്റെ വിൽപ്പനയും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. തീർച്ചയായും ഒരു യുവതി കൂടി ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശിനി 48 വയസ്സുള്ള സിംഗാരി ശ്രീനിവാസനാണ് ഇന്ന് അയ്യപ്പനെ കണ്ട് തൊഴുതത്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ശേഷമായിരുന്നു ഇവർ പമ്പയിലെത്തുകയും സന്നിധാനത്തെത്തുകയും ദർശനം നടത്തി മടങ്ങിപ്പോവുകയും ചെയ്തത്. യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന അക്രമങ്ങൾ ശക്തമായി നേരിടാൻ സംസ്ഥാന സർക്കാർ നിയമം ആവിഷ്കരിക്കുന്നു. ഇതിനായി ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അക്രമങ്ങൾ നടത്തിയവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് നടപ്പാകില്ലെന്ന് മുഖ്യമന്ത്രി. BJP RSS നേതൃത്വത്തിന് അദ്ദേഹം മറുപടി നൽകി. വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്നും അതിന്റെ കാലം കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അക്രമങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള നീക്കവും വർഗീയ ധ്രുവീകരണത്തിനുള്ള ഇടപെടലുമാണ് സംസ്ഥാനത്ത് BJP RSS നേതൃത്വം നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ പൌരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന അക്രമങ്ങൾ ശക്തമായി നേരിടുന്നതിനുമാണ് നിയമം ആവിഷ്കരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കൽ തടയൽ ഓർഡിനൻസ് 2019
വർഗീയ സംഘർഷങ്ങളുടെ ഭാഗമായി പൊതുമുതൽ നശിപ്പിക്കുക, ഹർത്താലും ബന്ധും മറ്റും നടത്തിക്കൊണ്ട് സ്വകാര്യ സ്വത്തുക്കൾ നശിപ്പിക്കുക, ഇതൊക്കെ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് സമാനമായ കുറ്റമെന്ന നിലയിലേക്ക് കൊണ്ടുവരികയാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നതിന് തുല്യമായാണ് സ്വകാര്യ സ്വത്ത് നശിപ്പിക്കുന്നതിനെ നിയമത്തിൽ കണക്കാക്കുന്നത്. നഷ്ടപരിഹാരം അക്രമത്തിന് നേതൃത്വം നൽകിയവരിൽ നിന്നും ഈടാക്കാനാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നത്. സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാൻ ബിജെപിയും RSS നേതൃത്വവും ബോധപൂർവം അക്രമങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. ഒരു തരത്തിലെ ക്രമസമാധാന തകർച്ചയോ ഭരണസ്തംഭനമോ സംസ്ഥാനത്ത് ഇല്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ബിജെപി RSS നേതൃത്വത്തിന് മറുപടിയും നൽകി. എന്നാൽ അക്രമമാണ്. അക്രമത്തിന്റെ ഭാഗമായി പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ജനവിഭാഗങ്ങളുണ്ട്. അതിന് ശക്തമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അറസ്റ്റ് ചെയ്തവരെ കുറിച്ച് പറയുന്നതായിട്ട് കേട്ടു. അക്രമം നടത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണോ പറയുന്നത്? അത് വേറെ സംസ്ഥാനത്ത് പോയി പറഞ്ഞാൽ മതി. കേരളത്തിനോട് ആ കളി വേണ്ട. പിന്നെ വിരട്ടല് അതൊന്നും ഇങ്ങോട്ട് വേണ്ട. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞുപോയി. അതിനൊന്നുള്ള ശേഷിയും നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കണം. ജനാധിപത്യപരമായ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഹർത്താൽ. എന്നാൽ അതിനെ ചിലർ ഇപ്പോൾ പരിഹാസ്യമാക്കി. ഹർത്താലിനെതിരെ നിയമനിർമ്മാണം സർക്കാരിന്റെ ആലോചനയിൽ ഇല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുന്നോക്ക സാമ്പത്തിക സംവരണം സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ നിലവിലുള്ള സംവരണം സംരക്ഷിക്കണമെന്നതാണ് സർക്കാർ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള ബാങ്ക് രൂപീകരണത്തിന്റെ ഭാഗമായി സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം വേണമെന്ന് LDF നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിൽ 10% സംവരണം നൽകിയത്. അതാണ് ഇവിടെ കേന്ദ്രം നടപ്പാക്കുന്നതെങ്കിൽ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ നിലവിലെ സംവരണം തകർക്കാനാകുമോ എന്നാണ് BJP ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നുവെങ്കിൽ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ നിലവിലുള്ള സംവരണത്തിന്റെ മേലെ കൈവെക്കാൻ പാടില്ല. അത് അവർ നേരത്തെ തുടങ്ങിയതാണ്. അത് ചെയ്യാൻ പാടില്ല. ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടുള്ളതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാലേ വ്യക്തമാവും. കേരള ബാങ്ക് രൂപീകരണത്തിന് നിയമസംയോജനം വേണം. നിലവിൽ ബാങ്കുകളുടെ സംയോജനത്തിൽ 2/3 ഭൂരിപക്ഷം എന്നത് കേവല ഭൂരിപക്ഷം എന്നാക്കി സഹകരണ നിയമത്തിൽ ഭേദഗതി വരുത്തിയതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. നിലവിലെ സഹകരണ നിയമത്തിലുള്ള 2/3 ഭൂരിപക്ഷം എന്ന വ്യവസ്ഥ എല്ലാ ബാങ്കുകൾക്കും പാലിക്കാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് 2/3 ഭൂരിപക്ഷം എന്നതിന് പകരം കേവല ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി എന്ന രീതിയിൽ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ സംയോജനത്തിന് മാത്രമായി ഓർഡിനൻസിലൂടെ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മുതിർന്ന BJP നേതാക്കൾ ഉൾപ്പെടെ വരുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാകുമെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് RSS എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. RSS ഏകപക്ഷീയമായി ആക്രമണം നടത്തുകയായിരുന്നു. നിയമപരിപാലനം തകർന്നതിന്റെ പേരിൽ പിരിച്ചുവിടണമെങ്കിൽ അത് യോഗി ആദിത്യനാഥ് ഗവൺമെന്റിനാണ് പിരിച്ചുവിടേണ്ടതെന്നും കോടിയേരി പറഞ്ഞു. നിയമക്രമപാലനം തകർന്നതിന്റെ പേരിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ അത് ഉത്തർപ്രദേശിലെ ഗവൺമെന്റിനെയാണ് പിരിച്ചുവിടേണ്ടത്. യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റാണ്. ഇന്ത്യയിൽ ഏറ്റവും ക്രമസമാധാനം തകർന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ലോകസഭയിൽ സമർപ്പിച്ച കണക്ക് പ്രകാരം തന്നെ ഉത്തർപ്രദേശിൽ 2017 195 വർഗീയ ലഹളകളാണ് നടന്നിരിക്കുന്നത്. 113 ലഹള നടന്ന സ്ഥാനത്ത് 195 വർഗീയ കലാപത്തിലേക്ക് എത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അത്തരം ലഹള നടത്താൻ കേരളത്തിൽ കഴിയുന്നില്ല. നിയമക്രമപാലനം തകർന്നതിന്റെ പേരിൽ ഇന്ന് മുറവിളി കൂട്ടുന്നവർ ഉത്തർപ്രദേശിലെ അവസ്ഥയെക്കുറിച്ച് എന്താണ് മൗനം പാലിക്കുന്നത്? ഹർത്താലിന് 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഹർത്താലുകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ഹർത്താലിലെ അക്രമം ഗൌരവമേറിയ വിഷയമാണെന്ന് കോടതി വിലയിരുത്തി. ഇതിനിടെ കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിനിടെ നടന്ന അക്രമങ്ങൾക്ക് ഉത്തരവാദികളായ സംഘപരിവാർ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ഹർത്താലിന് ആഹ്വാനം ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഹർത്താൽ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 7 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്താൻ പാടില്ലെന്ന് ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കി.
ഹർത്താലിലെയും പുതുപണിമുടക്കിലെയും അക്രമങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് സംഘാടകർ ഉത്തരവാദിയായിരിക്കും. നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കണമെന്നും ഇടക്കാല ഉത്തരവിലുണ്ട്. പുതുപണിമുടക്ക് നേരിടാൻ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ സർക്കാർ കോടതിയിൽ വിശദീകരിച്ചു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നവർക്ക് സംരക്ഷണം നൽകും. സമാധാന അന്തരീക്ഷം ഉറപ്പാക്കുമെന്നും സർക്കാർ കോടതി അറിയിച്ചു. ഹർത്താൽ ദിനത്തിലെ അതിക്രമങ്ങൾ ഗൌരവമേറിയ വിഷയമാണെന്ന് കോടതി പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ അക്രമത്തിനെതിരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. BJP ഹർത്താലിൽ നടന്ന അക്രമങ്ങളുടെ പേരിൽ 2182 കേസുകൾ എടുത്തതായും 6711 പേരെ അറസ്റ്റ് ചെയ്തതായും സർക്കാർ കോടതി അറിയിച്ചു. സമാധാന അന്തരീക്ഷം ഉറപ്പാക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളും വിശദീകരിച്ചു. ഹർജി 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നതിനായി മാറ്റി. ഇതിനിടെ കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിൽ BJP പ്രവർത്തകരുടെ അക്രമം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നേതാക്കളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും ഹൈക്കോടതിയിലെത്തി. ശബരിമല കർമ്മസമിതി നേതാക്കളായ KP ശശികല, TP സെൻകുമാർ എന്നിവർക്കെതിരെയും BJP RSS ഹിന്ദു ഐക്യവേദി നേതാക്കൾ എന്നിവർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടാണ് ഹർജി നാളെ കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിൽ സർക്കാരിനെ പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി BJP. സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP MP നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ RSS BJP സംഘർഷങ്ങൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് BJP MPയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അതേസമയം ഇടത് എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കാനുള്ള BJP ശ്രമം നടന്നില്ല. കേരളത്തിലെ സർക്കാരിനെതിരെ BJPയും RSSും ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധങ്ങൾ ദുരുദ്ദേശപരമെന്ന് വ്യക്തമാക്കുന്നതാണ് BJP MP നിഷികാന്ത് ദുബെ നടത്തിയ പ്രസ്താവന. കേരളത്തിൽ ക്രമസമാധാനം തകർന്നെന്നും സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം എന്നുമായിരുന്നു BJP MPയായ നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ആവശ്യപ്പെട്ടത്. ये लगातार 1947 से लेकर 2019 तक लगातार CPM हत्या और गुंडागर्दी की राजनीति कर रही है। मेरा आपके माध्यम से केंद्र सरकार से आग्रह है कि हमारे अभी जो त्रिपुरा में हार होने के बाद CPM को जो दिखाई दे रहा है कि हम केरल में सरकार बनाएंगे, उसके कारण हमारे वरिष्ठ नेता पर इस तरह का मारने हत्या की साजिश हो रही है। एक जुडिशियल कमीशन बनाया जाए। 47 से लेकर 2009 तक क्यों RSS के और भारतीय जनता पार्टी के कार्यकर्ता मारे जा रहे हैं और वहां के मुख्यमंत्री को इमीडिएट बर्खास्त करके वहां राष्ट्रपति शासन लगाया जाए. കഴിഞ്ഞ ദിവസം വരെ ഭരണഘടനയ്ക്ക് അകത്തു നിന്നുള്ള തിരിച്ചടികൾ കേരളം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും വക്താവ് GVL നരസിംഹറാവുവും പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളോട് കൽപ്പിക്കുന്ന നിലയിലേക്ക് ശബരിമല വിഷയത്തിൽ BJP മാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസ്താവന. BJP MPയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. RSS നേതൃത്വത്തിൽ അക്രമങ്ങൾ നടത്തി കേരളത്തെയാകെ ദേശീയ തലത്തിൽ അപമാനിക്കുകയും സർക്കാരിനെതിരെ പ്രചരണം സംഘടിപ്പിക്കുകയുമാണ് ശബരിമല വിഷയത്തിന്റെ ഭാഗമായി RSS ചെയ്യുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് BJP MPയുടെ പ്രസ്താവന. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് BJP ഹർത്താലിന്റെ മറവിൽ നടത്തിയ അക്രമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 2182 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ഇതുവരെ 6711 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 894 പേർ റിമാൻഡിലാണ്. 5817 പേർക്ക് ജാമ്യവും ലഭിച്ചു. പേരാമ്പ്ര പള്ളിക്ക് നേരെയുണ്ടായ കല്ലേറ് നടക്കാൻ പാടില്ലാത്തതെന്ന് മന്ത്രി EP ജയരാജൻ. RSS ആണ് ഇതിന് പിന്നിൽ. FIR-ൽ ചിലത് എഴുതിച്ചേർത്തു. ഇത് ആലോചനയുടെ ഭാഗമാണ്. സർക്കാർ സംഭവത്തെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പേരാമ്പ്ര പള്ളി ഒരു കാരണവശാലും ആക്രമിക്കപ്പെടാൻ പാടില്ല. അതിൽ ഗവൺമെൻറ് അതിന് ശക്തമായ നടപടി സ്വീകരിക്കും. അവിടെ RSSകാരാണ് പള്ളിക്ക് നേരെ എറിഞ്ഞത്. അത് ശരിയായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ബോധപൂർവം തന്നെ അവിടെ തെറ്റായിട്ട് സംഗതികളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമം നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് ഗൗരവത്തിൽ അത് പരിശോധിക്കും. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് കേന്ദ്ര സർക്കാർ നാളെ പാർലമെന്റിൽ കൊണ്ടുവരും. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം, 5 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി, 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള വീട് തുടങ്ങിയവയാണ് സംവരണത്തിനായുള്ള മാനദണ്ഡങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് മുന്നാക്ക ജാതികളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടത്. 8 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള മുന്നാക്ക ജാതിയിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ് സംവരണത്തിനായി പരിഗണിക്കപ്പെടുക. ഇതുകൂടാതെ 5 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി, 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ വീട്, മുനിസിപ്പാലിറ്റിയായി വിജ്ഞാപനം ചെയ്യപ്പെട്ട മേഖലകളിൽ 109 യാർഡിലും മുനിസിപ്പാലിറ്റിയായി വിജ്ഞാപനം ചെയ്യപ്പെടാത്ത മേഖലകളിൽ 209 യാർഡിൽ താഴെയും പുരയിടം എന്നിവയാണ് സംവരണത്തിനായുള്ള മറ്റ് മാനദണ്ഡങ്ങൾ. സംവരണത്തിനായി കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി ബിൽ നാളെ കൊണ്ടുവരും.
പാർലമെന്റ് ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കാനിരിക്കെയാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഭരണഘടനയുടെ 15, 16 വകുപ്പുകളാണ് ഭേദഗതി ചെയ്യുക. 50% മാത്രമേ ജാതി സംവരണം പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. പുതിയ ഭരണഘടനാ ഭേദഗതിയോടെ ആകെ സംവരണം 60% മാറുമെന്നതിനാൽ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. നിലവിൽ കേന്ദ്രത്തിന് രാജ്യസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ബില്ല് പാസ്സാകാനും സാധ്യത കുറവാണ്. അതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കിയുള്ളതാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദ്വിദിന പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലാളികൾ രംഗത്തെത്തി. ബാങ്കിംഗ്, പോസ്റ്റൽ, റെയിൽവേ തുടങ്ങി സമസ്ത മേഖലകളിലും പണിമുടക്ക് പ്രതിഫലിക്കും. രാജ്യതലസ്ഥാനത്തടക്കം ടാക്സികളും പൊതുവാഹനങ്ങളും പണിമുടക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ അഖിലേന്ത്യാ ഏകോപന സമിതി പ്രഖ്യാപിച്ചു. പണിമുടക്കിന് പിന്തുണയുമായി വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് നിരവധി സംഘടനകളാണ് രംഗത്തെത്തിയത്. ആൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ നാഗാലാൻഡ് ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു. സംയുക്ത സംഘടനയായ അസം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ, ഊർജം തുടങ്ങിയ സംഘടിത മേഖലയ്ക്കൊപ്പം തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കും. കഴിഞ്ഞ വർഷം മാത്രം 1.1 കോടി പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ റിപ്പോർട്ട്. ഇതിനിടെയാണ് തൊഴിൽ അസ്ഥിരപ്പെടുത്തുന്ന കരാർ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ രൂപപ്പെടുന്ന ഐക്യത്തെ വർഗീയ ഭിന്നതകളിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തി. വർഷം തോറും 2 കോടി തൊഴിൽ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്ത പദ്ധതികൾ എന്നിവ എങ്ങും എത്തിയിട്ടില്ല. സുപ്രധാന തൊഴിൽ മേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും ശക്തമാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് ദേശീയ നേതാവ് പവൻ ഖേരയെ തള്ളി രമേശ് ചെന്നിത്തല. ബുദ്ധിയുള്ളവർ ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുമെന്നായിരുന്നു പവൻ ഖേരയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. എന്നാൽ ഹൈക്കമാൻഡിൽ നിരവധി വക്താക്കളുണ്ടെന്നും അവരിൽ പലരും ശബരിമല വിഷയത്തിൽ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുകയാണെന്നുമാണ് ചെന്നിത്തലയുടെ ആരോപണം. ഇതോടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഭിന്നതയും വ്യക്തമായി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കോൺഗ്രസിലെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമായി തന്നെ തുടരുകയാണ്. ബുദ്ധിയുള്ള ജനങ്ങൾ ശബരിമല യുവതികൾ കയറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് അനുകൂലമായാണ് സുപ്രീം കോടതി വിധിയെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് പവൻ ഖേരയുടെ പ്രസ്താവന. We are a national party. India as an ancient civilization is evolving, ever evolving civilization. There are practices in the past, they were justified for some reasons. The educated people of India, the intelligently, they want to change and evolve, and they want entry of women in Sabrimala. Here the Honorable Supreme Court has also given a favorable judgment. എന്നാൽ കേന്ദ്ര നേതാവ് പവൻ ഖേരയെ തള്ളിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡിൽ നിരവധി വക്താക്കളുണ്ട്. അവർ ശബരിമല വിഷയത്തിൽ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുകയാണെന്നാണ് ചെന്നിത്തലയുടെ നിലപാട്. അതൊക്കെ ഹൈക്കമാൻഡിൽ ധാരാളം സ്പോക്സ്മാൻമാരുണ്ട്. അവരൊന്നും കാര്യം അറിയാതെ സംസാരിക്കുന്നതാണ്. അവരാരെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തുള്ളവർക്ക് കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നതായിരിക്കാം. ചെന്നിത്തലയുടെ ഈ പ്രസ്താവനയിലൂടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിലെ ഭിന്നത പൂർണ്ണമായി പുറത്തു വന്നിരിക്കുകയാണ്. ശബരിമല വിധിന്യായത്തിൽ ചാഞ്ചാടുന്ന കോൺഗ്രസിന്റെ സംസ്ഥാന നിലപാട് കേന്ദ്ര നേതാക്കൾക്ക് തന്നെ തലവേദനയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 48 മണിക്കൂർ പണിമുടക്ക് ശബരിമലയിലെ KSRTCയുടെ സർവീസുകളെ ബാധിക്കില്ലെന്ന് CMD ടോമിൻ ജെ തച്ചങ്കരി. നിലയ്ക്കൽ, പമ്പ ചെയിൻ സർവീസും ഡിപ്പോകളിൽ നിന്നുള്ള സർവീസുകളും നടത്തും. ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്നും ഒഴിവാക്കണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു. ഇന്ന് അർദ്ധരാത്രിയോടെ ആരംഭിക്കുന്ന 48 മണിക്കൂർ പണിമുടക്കിൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് KSRTC മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. ശബരിമലയിലെ KSRTCയുടെ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ലെന്ന് CMD ടോമിൻ ജെ തച്ചങ്കരി വ്യക്തമാക്കി. നിലയ്ക്കൽ, പമ്പ ചെയിൻ സർവീസ് ഒരു ഭംഗവും കൂടാതെ ഇതുവരെ ഓടുന്നുണ്ട്. നാളെയും മറ്റന്നാൾ ഓടുകയും ചെയ്യും. കൂടാതെ കേരളത്തിൽ നിന്നും കേരളത്തിന്റെ പുറത്തുള്ള ഡിപ്പോകളിൽ നിന്നും KSRTC പമ്പയിലേക്ക് ഓടിക്കുന്ന ദീർഘദൂര ശബരി സ്പെഷ്യൽ സർവീസുകളെല്ലാം ഒരു മുടക്കം കൂടാതെ തന്നെ നാളെയും മറ്റന്നാളും നടക്കും. ജീവനക്കാരുടെ ലഭ്യത അനുസരിച്ച് മറ്റു സർവീസുകൾ നടത്താൻ ശ്രമിക്കും. ഹർത്താൽ, പണിമുടക്ക് എന്നിവയിൽ നിന്നും KSRTCയെ ഒഴിവാക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തൊഴിലാളി യൂണിയനുകൾക്ക് കത്തയക്കുമെന്നും തച്ചങ്കരി പറഞ്ഞു. ഇരുളിന്റെ മറവിൽ KSRTCയെ ആക്രമിക്കുന്നവരെയും തച്ചങ്കരി വെല്ലുവിളിച്ചു. രാത്രിയിൽ രഹസ്യമായിട്ടും മറഞ്ഞിരുന്നു എറിയുന്നത്. ഞാനും ചോദിക്കട്ടെ, ഞാൻ എൻ്റെ ബസ്സുകളുമായിട്ട് ഇവർ പറയുന്നിടത്ത് വന്നിരിക്കാം. അവർക്ക് ഞങ്ങൾക്കെതിരായി ഞങ്ങളെ എറിയാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ എല്ലാവരും കാണുകയെ അവർ ഈ പൊതുമുതൽ നശിപ്പിക്കാൻ തയ്യാറാവൂ? പോലീസിന് കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകൾക്കും സംരക്ഷണം നൽകാൻ സാധിക്കില്ല. ജനങ്ങൾ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് മുന്നോട്ട് വരണമെന്നും തച്ചങ്കരി ആവശ്യപ്പെട്ടു.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പത്രപ്രവർത്തകരും പത്രജീവനക്കാരും കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തി. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രകടനം പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് പാളയം ജംഗ്ഷൻ ചുറ്റി മിഠായി തെരുവ് SK പ്രതിമയ്ക്ക് സമീപം സമാപിച്ചു. തുടർന്ന് യോഗത്തിൽ KUWJ ജില്ലാ പ്രസിഡന്റ് K പ്രേമനാഥ് അധ്യക്ഷനായി. KNEF ജില്ലാ സെക്രട്ടറി VA മജീദ്, KUWJ ജില്ലാ സെക്രട്ടറി P വിപുൽനാഥ് എന്നിവർ സംസാരിച്ചു. സംഘപരിവാർ ആക്രമത്തെ കൂസാതെ കർത്തവ്യനിരതയായ ക്യാമറ വുമൺ ഷാജിലയ്ക്ക് കൈരളിയുടെ ആദരം. കൈരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം ഷാജിലയ്ക്ക് മന്ത്രി KK ശൈലജ ടീച്ചർ നൽകി. ഷാജില കൈരളിയുടെ അഭിമാനമാണെന്ന് ചെയർമാൻ മമ്മൂട്ടിയും മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും പറഞ്ഞു. ഷാജില സ്ത്രീ സമൂഹത്തിനാകെ മാതൃകയാണെന്ന് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും A വിജയരാഘവനും അഭിപ്രായപ്പെട്ടു. സംഘപരിവാർ പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചിട്ടും തന്റെ കർത്തവ്യവീര്യം കൈവിടാതെ സത്യത്തിന് നേരെ ക്യാമറ കണ്ണുകളുമായി ജാഗ്രത പുലർത്തിയ കൈരളി TV ക്യാമറ വുമൺ ഷാജില അലി ഫാത്തിമയ്ക്ക് കൈരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം കൈമാറി. ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയാണ് പുരസ്കാരം വിതരണം ചെയ്തത്. തിരക്കുകൾ കാരണം ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന മലയാളം കമ്മ്യൂണിക്കേഷൻ ചെയർമാൻ മമ്മൂട്ടി ചടങ്ങിൽ തന്റെ ശബ്ദ സന്ദേശം നൽകി. സാധാരണക്കാരിൽ നിന്ന് മുതൽ വിഐപികളിൽ നിന്ന് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രമല്ല ഇടാങ്ങളിലപ്പുറം പോലും ശരീരങ്ങളുടെ പ്രവാഹമാണ്. ഇക്കാലത്ത് ജനങ്ങളുടെ കണ്ണുകളാണ് ദൃശ്യമാത്രമല്ല ക്യാമറ. ആ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ. അടിയപ്പെട്ടതും ക്യാമറ താഴ്ത്താത്ത ഷാജിലയും ഒരു പ്രതീകമാണ്. സത്യം ജനങ്ങളെ അറിയിക്കുമെന്ന പ്രതിബദ്ധതയുടെ പ്രതീകം. ഷാജിലയുടെ കർമ്മബോധവും ധീരതയും ഈ കാലത്തിനാകുന്ന മാതൃകയും. ഷാജിലയെ ആക്രമിച്ചവർ ശ്രമിച്ചവരുടെ കണ്ണുകൾ അവർ തുറക്കട്ടെ. കേരള TVയുടെ ക്യാമറ പേഴ്സണാണ് ഷാജില എന്നത് എന്റെയും അഭിമാനം. എല്ലാവർക്കും ഒപ്പം പെൺകുട്ടികൾക്കും കഴിവ് തെളിയിക്കാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് ഷാജില എന്ന് പുരസ്കാരം കൈമാറിയ മന്ത്രി KK ശൈലജ പറഞ്ഞു. ശരീരത്തിന് പരിക്കേറ്റാൽ തന്റെ ഉദ്യമം വിജയിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യം, അതാണ് ഏത് പ്രവർത്തനത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ള നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തോടെ അവിടെ നിന്ന് തൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ ഉത്തരവാദിത്ത ബോധത്തിനും നിശ്ചയദാർഢ്യത്തിനും ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഷാജിലയ്ക്ക്. വാർത്തയ്ക്ക് പിന്നിലെ സന്ദേശം സത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൈരളി TVയുടെ ഉദ്യമത്തിന്റെ ഭാഗമായുള്ള കർത്തവ്യത്തിന് മുൻതൂക്കം നൽകി ചുമതല നിർവഹിക്കാൻ ഷാജിലയ്ക്കായെന്ന് കൈരളി TV ഡയറക്ടർ A വിജയരാഘവൻ പറഞ്ഞു. വാർത്തയ്ക്ക് പിന്നിലെ സന്ദേശമായും സത്യമായും നൽകുക എന്ന വലിയ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള TV ചാനലാണ് കൈരളി. ആ നിലയിലുള്ള പത്രപ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നതും അക്രമികളുടെ ഈ ആക്രമണത്തിന് വിധേയായിരുന്നു. ആ സമയത്തും വളരെ നല്ല നിലയിൽ തൻ്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി ചുമതല നിർവഹിച്ചു എന്ന നല്ല കാര്യത്തെയാണ് നമ്മളിവിടെ അഭിനന്ദിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളിൽ ധൈര്യസമേതം വാർത്തയെ സമീപിക്കുന്ന വ്യക്തികളിൽ ഒരാളായി ഷാജില മാറിയതിൽ കൈരളി TV അഭിമാനിക്കുന്നുവെന്നും ചടങ്ങിൽ പങ്കെടുത്ത കൈരളി TV MD ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ രീതിയിൽ വാർത്തകളെ കാണുന്ന, ധൈര്യസമേതം വാർത്തകളെ സമീപിക്കുന്ന ആൾക്കാരുടെ പട്ടികയിലെ ഒരു താരമായിട്ട് ഷാജില മാറിയിരിക്കുകയാണ്. വലിയ അഭിമാനമുണ്ട്. ഷാജില മാത്രമല്ല അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത്, കൈരളി മുന്നോട്ട് വെക്കുന്ന വിരോധാർത്ഥമായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഏട് കൂടിയാണ് അതിലൂടെ ഷാജില ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.